ഹലോ, ജിഞ്ചസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന വിക്രമിൻ്റെ കൂട്ടുകാരെയാണ്. അപ്പോഴാണ് വേദ വിക്രമിൻ്റെ റൂമിലേക്ക് എത്തുന്നതും എവിടേക്കാണ് പോകുന്നതെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. വിക്രമിന് എവിടെ പോകാമെന്ന് പറയാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ അവർ രണ്ടുപേരും തർക്കിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസന്റെ വീട്ടിലെത്തുന്ന വിക്രമിനെയാണ്. വിക്രമിനെ കണ്ടതും ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന്. എന്നാൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് വിക്രം. എല്ലാം അറിഞ്ഞു വെച്ചിട്ടായിരുന്നു ശ്രീനിവാസൻ വിക്രമിനോട് എല്ലാം ചോദിച്ചത്. എന്നിട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട്, നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ അവരുടെ വീട്ടിൽ പെണ്ണിനെ വിട്ടുകൊടുത്തിട്ടല്ല ജയിക്കേണ്ടത്, മറിച്ച് അവളെ സ്വന്തമാക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞ് കല്യാണ ചിലവിനായി കുറച്ച് പണം കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരെയും പണിയെടുപ്പിക്കുന്ന അച്ചമ്മയാണ്. അപ്പോഴാണ് അവിടേക്ക് വിശ്വനും ശ്രീജയും അപ്പുമോളും കയറി വരുന്നത്. കല്യാണത്തിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അവർ. ശ്രീജ ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞ് നന്ദിനി ഏറെ ദേഷ്യത്തിലാണ്. അച്ചമ്മ കൊടുത്ത ക്യാഷ് കൊണ്ടാണ് അവർ എല്ലാം വാങ്ങിച്ചതെന്ന് അറിഞ്ഞപ്പോൾ നന്ദിനിയുടെ ദേഷ്യം കൂടി. അച്ചമ്മയോട് കയർത്ത് സംസാരിക്കുന്നുമുണ്ട്. ഇറങ്ങിപ്പോവാൻ നിന്ന നന്ദിനിയോട് അതിൽ നിന്നും ഒരു കവർ എടുത്തു കൊടുത്ത് ശ്രീജ പറയുന്നുണ്ട്, ഇത് നിനക്കുള്ള സാരിയാണെന്നും അച്ചമ്മ വാങ്ങിയതാണെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. നന്ദിനിക്ക് ഏറെ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അയൽവാസികളുടെ കൂടെ പച്ചക്കറി അരിയുന്ന കമലയാണ്. വിക്രമിൻ്റെയും വേദയുടെയും കാര്യം കല്യാണക്കാരൻ സംസാരിക്കുകയാണ്. അയൽവാസി വിക്രമിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് കമലയോട്. എന്നാൽ കമല അതിനൊന്നും മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അച്ചമ്മ വരുന്നത്. അച്ചമ്മ അയൽവാസികളോട് ഏറെ സൗമ്യമായി ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.